പുഷ്പൻ്റെ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നതാണ്. യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഹ്വാനമനുസരിച്ച് ഒരു ശരിയായ നയത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് സഖാവ് പുഷ്പൻ വെടിയുണ്ട ഏറ്റ് രോഗിയാവുന്നതും കിടപ്പ് ആവുന്നതും ഇപ്പോൾ സഖാവ് അദ്ദേഹത്തിൻ്റെ വിട വാങ്ങിയിരിക്കുകയാണ് നമ്മളോടെല്ലാം. അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് ക്യൂബയിൽ ഹവാനയിൽ നടക്കുന്ന ക്യൂബൻ സോളിഡാരിറ്റി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഉള്ള സമയത്താണ് ഈ വിവരം നമ്മൾ അറിയുന്നത്. അന്ന് സഖാവ് പിണറായി വിജയനും അതുപോലെ വിജയരാഘവനും ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള ഡെലിഗേഷൻ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഉള്ള തീരുമാനിക്കപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്നുള്ളൊരു പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാനും ഹവാനയിലാണ്. ആ സമയത്ത് AKG സെൻറ്ററിൽ സഖാവ് രാജേന്ദ്രനാണ് സെക്രട്ടറി. അദ്ദേഹത്തോട് വിളിച്ച് ഈ വിവരങ്ങളെല്ലാം എടുത്ത് സഖാവ് പിണറായിക്ക് ഈ വിവരങ്ങളെല്ലാം ഞാനാണ് എത്തിച്ചു കൊടുക്കുന്നത്. ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ സഖാവ് പുഷ്പനെ നമ്മൾ വിട പറയുമ്പോൾ അദ്ദേഹം പ്രദാനം ചെയ്യുന്നതൊരു മൂല്യത്തെയാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ആൾക്കൂട്ടം മാത്രമല്ല, നയങ്ങൾ മാത്രമല്ല, മറിച്ച് ആ നയങ്ങളെയും ആൾക്കൂട്ടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഒരു മൂല്യബോധമാണ്. ആ മൂല്യബോധത്തെയാണ് സഖാവ് പ്രതിദാനം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയായി ഇതോടൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം രക്തസാക്ഷിയായി മാറുമ്പോഴും ഭരണകൂട ഭീകരതയ്ക്കെതിരായിട്ട് പോരാടാൻ വേണ്ടി വെമ്പുന്ന ഏതൊരു പോരാളിയുടെയും മോഹിപ്പിക്കുന്ന ഒരു ബിംബമാണ് പുഷ്പൻ. ആ ബിംബം എല്ലാ കാലവും ഇനിയുള്ള പോരാളികളെയും ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കും. മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി പോരാടുന്ന ഏതൊരാൾക്കും ഉത്തമനായ ഒരു പോരാളിയായി ഈ രക്തസാക്ഷി നമ്മളിലൂടെ ജീവിക്കും. നമ്മുടെ മുമ്പിൽ കാണുന്ന ഏതൊരു തെറ്റിനും എതിരായി നടത്തേണ്ട പോരാട്ടം, ആ പോരാട്ടത്തിൻ്റെ പര്യായമായി പുഷ്പം മാറിയിരിക്കുകയാണ്. ആ പുഷ്പന് കർഷക പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെയും പേരിൽ അന്തിമ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു, ലാൽസലാം അർപ്പിക്കുന്നു. സഖാവ് പുഷ്പൻ എല്ലാ കാലവും ജീവിക്കും. പോരാടുന്ന ഓരോ മനസ്സിലും ഓരോ മനുഷ്യനിലും സഖാവ് പുഷ്പൻ ജീവനോടെ ഇരിക്കും.